ഹായ് ഗൈസ്, ഒരു യാത്രയാണിന്ന്. കുറേ നാൾ കൊണ്ട് മാറ്റി മാറ്റി വെച്ച യാത്ര. കൊറോണയും 2018 പ്രളയവും ഒക്കെ കാരണം ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥലം ഞാൻ ലാസ്റ്റ് പറയാം. 3:45 കൊച്ചുവേളിയിൽ നിന്ന് എടുക്കുന്ന ട്രെയിന് പിറ്റേന്ന് മോർണിംഗ് 7:30 റീച്ച് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നേരം എങ്ങനെ നമുക്ക് ട്രെയിനിൽ ചിലവഴിക്കാം എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കാരണം ഇത്രയും മണിക്കൂർ ഇതിലിരിക്കണം. പിന്നെ കുറേ നേരം കുറേ കളികൾ കണ്ടു. അതിനുശേഷം അവളെ പറ്റിച്ച് കുറച്ച് ബിസ്ക്കറ്റും ചോക്ലേറ്റൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അവളും കൂടെ പടം വരയ്ക്കാനായിരുന്നു. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റാണ്, എന്ത് ഫ്രണ്ടിൽ ഇരിക്കുന്ന ചേട്ടനെ ഇപ്പം വരച്ചിട്ട് അത് അടുത്ത വൈറൽ വീഡിയോ ആക്കും എന്നൊക്കെ. പക്ഷെ നിങ്ങൾ കണ്ടു നോക്ക്, എൻ്റെ ചിത്രരചന എന്ന് പറയുന്നത് വയലിൻ്റെ കരയിലിരിക്കുന്ന വീടാണ്. പക്ഷെ പശു ഉണ്ട് കേട്ടോ. പക്ഷേ പുല്ല് തിന്നിട്ട് പോയി. എപ്പം ഞാൻ വരയ്ക്കാനിരുന്നാൽ എനിക്ക് ഈ ഒരു വീട് മാത്രമേ വരത്തുള്ളൂ. അതാണ് എൻ്റെ ചിത്രം. നോക്ക്, ആ വയലൊക്കെ കറക്റ്റായിട്ടില്ലേ. ഇനി അടുത്തത് കുറച്ച് നേരം നമുക്ക് എന്ത് ചെയ്യാം, പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കാം. ഇത്രയൊക്കെ ചെയ്തിട്ടും 1 മണിക്കൂറാണ് നീങ്ങിയത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറേ എൻ്റെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ കേട്ട് കുറച്ച് നേരം പുറത്തോട്ട് നോക്കിയിരുന്നു. അപ്പോഴുണ്ട് അവൾ ഒരു കമ്പുമുട്ടായും കൊണ്ടുവന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ശരി, ഇനി അതിലാവാൻ മൽപ്പിടുത്തമെന്നും പറഞ്ഞ് കുറേ നേരം അതിൽ കളിച്ചിട്ടിരുന്നപ്പോൾ ആ പെണ്ണി എന്നെ വന്നിട്ട് ഇനി തിന്നത് മതി, ഇനി ബാക്കി ഞാൻ തിന്നട്ടെ എന്നും പറഞ്ഞ് എടുത്തിട്ട് പോയി. ശരി, അപ്പോഴാണ് ഓർത്ത് എൻ്റെ ബിഗ് ബോസിൻ്റെ കഴിഞ്ഞ ദിവസത്തത് കണ്ടില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു 1.5 മണിക്കൂർ പോകുമല്ലോ. ശരി, BB+ഉം ബിഗ് ബോസും ഒക്കെ ആയിട്ട് കുറേ പോയി. അപ്പം ഞാൻ വളരെ പ്രൗഡായിട്ട് പറയുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ ബിഗ് ബോസ് കാണുന്ന ആളാണ്. 1 വർഷം പോലും ഞാൻ മുടക്കാറില്ല. പിന്നെയാണ് എൻ്റെ കയ്യിൽ ഇപ്പം മേടിച്ചൊരു ലേറ്റസ്റ്റായിട്ട് മേടിച്ച ബുക്കാണ് കേട്ടോ. അപ്പോൾ അത് വായിച്ച് ഞാൻ തുടങ്ങിയില്ല. ശരി, അതും വായിച്ച് ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം. ശരി, ആ ഉറക്കം ഒരു 2-2.5 മണിക്കൂർ നീണ്ടു കേട്ടോ. പിന്നെ നൈറ്റ് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും കല്ലും കൂടി പഴയ നമ്മുടെ പഞ്ചാബി ഹൗസിലെ രമണൻ്റെ കുറേ കോമഡി കണ്ട് ചിരിച്ച് മറിഞ്ഞു കേട്ടോ. നിങ്ങളിങ്ങനെ പഴയ സിനിമകൾ കാണാറുണ്ടോ? ഞാൻ എപ്പോഴും കാണുന്നൊരു മൂവിയാണ് വെട്ടം മൂവി. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഫാമിലി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതുവരെയും പഞ്ചാബി ഹൗസ് കണ്ടിട്ടില്ലെന്ന്. പക്ഷേ എത്ര കണ്ടാലും നമുക്ക് ചിരി അടക്കാൻ പറ്റാത്ത സിനിമയല്ലേ രമണൻ്റെ കോമഡികൾ. പിന്നെ ഒന്ന് ഫ്രഷപ്പായിട്ട് നേരെ പോയി കിടന്നു. അപ്പം സ്ഥലം പാർട്ട് 2 പറയുന്നുണ്ട്.